നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ്. ഇപ്പൊ എക്സാമിന് മീറ്റ സന്ദര എന്ന ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ എക്സാമിനൊക്കെ പല ക്വസ്റ്റ്യൻസും അതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചോദ്യം വായിച്ച് എങ്ങനെയാണ് അതിന്റെ ആൻസർ എഴുതേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ആയേ ഖരീദേ, വരൂ വാങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുള്ള ചിത്രമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ലിഖേ ക്യാ ക്യാ ഹെ, ഈ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് എഴുതാനാണ് നമുക്ക് ചോദ്യമായിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ചിത്രം കാണുമ്പോൾ ഇതിൽ ഒരുപാട് ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ഓരോന്നിനും എന്താണ് പറയാന്നുള്ളത് മലയാളത്തിലും ഇംഗ്ലീഷിലും എന്തായാലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ അതിനൊക്കെ ഹിന്ദിയിൽ എന്താ പറയാ എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ചിത്രത്തിലുള്ള ഓരോന്നിനും എന്താണ് ഹിന്ദിയിൽ പറയാന്ന് നമുക്ക് താഴെ എഴുതി കൊടുത്തിട്ട് വായിച്ചു നോക്കാം. അപ്പൊ മുകളിലെ ചിത്രത്തിൽ ഓരോന്നും ഞാൻ താഴേക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിന്റെയും കൂടെ അതിന്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചിത്രം നോക്കിയിട്ട് മനസ്സിലാക്കാനും അതേപോലെ തന്നെ ആ ചിത്രത്തിലുള്ള ഫ്രൂട്ടിന് എന്താണ് ഹിന്ദിയിൽ പറയാ എന്ന് പഠിക്കാനും പറ്റും. അപ്പൊ നമുക്ക് ആദ്യത്തെ വായിച്ചു നോക്കാം. ആദ്യം തന്നെ ചിത്രം നോക്കിയാൽ മനസ്സിലാവും എന്താണ്. ഓറഞ്ച് ആണ്. ഓറഞ്ചിന് ഹിന്ദിയിൽ സന്തര എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ചിത്രത്തിലുള്ളത് പഴമാണ്. പഴത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയാ, ബനാന എന്നാണ് പറയാ. പക്ഷെ ഹിന്ദിയിൽ കേല എന്നാണ് പറയുന്നത്. അപ്പൊ ഓറഞ്ച് ആണ്. ഓറഞ്ചിന് ഹിന്ദിയിൽ എന്താ പറയാ, സന്തര. പഴത്തിന് കേല. മൂന്നാമത്തെ ചിത്രത്തിലുള്ളത് പൈനാപ്പിൾ ആണ്. അപ്പോ ഹിന്ദിയില് പൈനാപ്പിളിന് പൈനാപ്പിൾ എന്നാണ് പറയുന്നത്. നാലാമത്തെ ചിത്രത്തില് കൊടുത്തിട്ടുള്ളത് പ്ലം ആണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് റൈറ്റ് സൈഡിൽ മുകളിലുള്ളത് വായിച്ചു നോക്കിയാൽ ഷക്കർക്കന്ത് എന്നാണ് പറയുന്നത്. അതായത് സ്വീറ്റ് പൊട്ടാറ്റോ. നമ്മുടെ നാട്ടില് മധുരക്കിഴങ്ങ് എന്ന് പറയുന്നതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് താഴെ ബിസ്ക്കറ്റ് ആണ്. ബിസ്ക്കറ്റിന് ഹിന്ദിയിൽ ബിസ്കുട്ട് എന്നാണ് പറയുന്നത്. അതിന് താഴെയുള്ളത് ചോക്ലേറ്റ്. അപ്പൊ അതിന്റെയും ചിത്രമുണ്ട്. അവസാനമായിട്ടുള്ള ചിത്രത്തിൽ പുതിനയുടെ എണ്ണം കൊടുത്തിട്ടുള്ളത്. അതിന് ഹിന്ദിയിൽ പേപ്പർമെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന് ഈ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ തന്നെ നമ്മൾ ഹിന്ദിയിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്തു, പഠിച്ചെടുത്തു അല്ലെ. ഒരു 8 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് പഠിച്ചിട്ടുള്ളത്. അതായത് സന്തര, കേല, പൈനാപ്പിൾ, പ്ലം, ഷക്കർകന്ദ്, ബിസ്കുട്ട്, ചോക്ലേറ്റ് ഓർ പേപ്പർമെന്റ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിച്ച് അതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ലിഖേ കിസ്നി കഹ. കിസ്നി കഹ എന്ന് പറഞ്ഞാല് ആര് പറഞ്ഞു എന്നാണ്. അതായത് ആരാണ് താഴെ കൊടുത്തിട്ടുള്ള സെന്റൻസ് പറഞ്ഞതെന്ന് എഴുതാനാണ് നമുക്ക് ഇവിടെ ചോദ്യമായിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിൽ കണ്ടോ യുവതി ഓർ ലേഖക് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ തന്നിട്ടുള്ള ഓരോ കാര്യം വായിച്ചിട്ട് ലേഖക പറഞ്ഞതാണെങ്കിൽ ലേഖക എന്നും അല്ലെങ്കിൽ യുവതി പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ യുവതി എന്നും എഴുതി കൊടുക്കണം. അപ്പൊ നമുക്ക് താഴെയുള്ള ഓരോന്നും വായിച്ച് അതിന് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് എഴുതി കൊടുക്കാം. സന്തര മീഠാ ഹെ. സന്തര എന്ന് പറഞ്ഞാല് ഓറഞ്ച് ആണ്. മീഠ എന്ന് പറഞ്ഞാല് മധുരമുള്ള. മീഠാ ഹെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പൊ അതൊരു ചോദ്യമാണ്. ഓറഞ്ച് മധുരമുള്ളതാണോ എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ആരാ ചോദിച്ചത്, ലേഖകാണ് അല്ലെ. നമ്മുടെ ലേഖകാണ് ഈ പെട്ടിക്കടയിൽ പോയിട്ട് ഓറഞ്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമാണ് സന്തര മീഠാ ഹെ, ഓറഞ്ച് മധുരമുള്ളതാണോ എന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് താഴെയുള്ള വായിച്ചു നോക്കാം. ഏക് പാവ് ചീനി മേ തോ ജ്യാദാ മീഠാ നഹീ ഹോഗാ. ഏക് പാവ് എന്ന് പറഞ്ഞാല് ഏക് പവ്വ എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. അതായത് ഒരു 1/4 ഭാഗം. ചീനി എന്ന് പറഞ്ഞാല് പഞ്ചസാരയാണ്. ചീനി മേ എന്ന് പറഞ്ഞാല് പഞ്ചസാരയിൽ. ജ്യാദ എന്ന് പറഞ്ഞാല് കൂടുതൽ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. മീഠ എന്ന് പറഞ്ഞാല് മധുരമുള്ള. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു 1/4 ഭാഗം പഞ്ചസാരയില് കൂടുതൽ ധാരാളം മധുരമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് പറഞ്ഞിട്ടുള്ളത് ആരാണ്, ലേഖക എന്നിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴെയുള്ളത് വായിച്ചു നോക്കാം. മീഠാ ഹെ തോ ക്യൂ നഹി മീഠാ ഹോഗാ. അതായത് ഓറഞ്ചിന് എന്താണ് ഓൾറെഡി ഒരു മധുരം ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല് മധുരം ഉള്ളതാണെങ്കിൽ പിന്നെ എങ്ങനെ അത് മധുരം ഇല്ലാതെ ഇരിക്കുമെന്ന്
ചോദിക്കുകയാണ്. അപ്പൊ നമ്മളായാലും ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് ഇത് മധുരമുള്ളതാണോ എന്ന് ചോദിച്ചാൽ കടയിലുള്ള ആളുകൾ എന്താ പറയാ, ആ നല്ല മധുരമുള്ള സാധനമാണെന്ന് തന്നെയല്ലേ പറയുക. അപ്പൊ അതേപോലെ തന്നെ ഈ യുവതി എന്താണ് നമ്മുടെ ലേഖകന്റെ അടുത്ത് പറയാണ്, മധുരമുള്ളതാണെങ്കിൽ പിന്നെ എങ്ങനെ അത് മധുരമില്ലാതെ ഇരിക്കും എന്ന് പറയാണ്. അപ്പൊ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് യുവതി എന്ന്. ഇപ്പൊ യുവതിന്റെ ഗ്രീൻ കളറിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളെ ലേഖക പറഞ്ഞിട്ടുള്ള കാര്യം ഒരു റെഡ് കളറിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കിയിട്ട് പഠിക്കുക. അപ്പൊ ഇനി നമുക്ക് താഴെയുള്ളത് വായിച്ചു നോക്കാം. കിത്നി ചീനി ഡാലി. കിത്നി എന്ന് പറഞ്ഞാല് എത്ര, ചീനി എന്ന് പറഞ്ഞാല് ഷുഗർ ആണ്, പഞ്ചസാരയാണ്. അപ്പൊ എത്ര പഞ്ചസാര ചേർത്തു എന്ന് നമ്മുടെ ലേഖകനാണ് ഈ യുവതിയുടെ അടുത്ത് തമാശയിൽ ചോദിക്കുന്നത്. അപ്പൊ അവിടെ ലേഖകൻ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എന്താണ് തമാശയ്ക്ക് ചോദിക്കുകയാണ്. അതായത് ഒരു ഓറഞ്ചിന്റെ മധുരം നമുക്കത് കഴിച്ചു നോക്കാതെ അറിയാൻ പറ്റുമോ? ഇല്ല, അറിയാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം യുവതി നല്ല മധുരം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എത്ര പഞ്ചസാര ചേർത്തു എന്ന് ഒരു തമാശയിൽ ചോദിക്കുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് താഴെയുള്ളത് വായിച്ചിട്ട് അത് ആരാണ് പറഞ്ഞതെന്ന് നോക്കാം. ഏക് പവ്വ. ഏക് പവ്വ എന്ന് പറഞ്ഞാല് ഒരു കാൽ ഭാഗം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അത് ആരാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, യുവതിയാണ്. അതായത് നമ്മുടെ ലേഖകൻ ചോദിക്കാണ്, കിത്നി ചീനി ഡാലി, എത്ര പഞ്ചസാര ചേർത്തു ഇട്ടു എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ യുവതി എന്താ പറഞ്ഞത്, ഏക് പവ്വ എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തപ്പോൾ ആര് പറഞ്ഞതാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇങ്ങനെ നോക്കുമ്പോൾ. പിന്നെ നമുക്ക് താഴെയുള്ളത് വായിച്ചോ. ഹാ തബ് തോ ജറൂർ മീഠാ ഹോഗ. ജറൂർ എന്ന് പറഞ്ഞാല് തീർച്ചയായും, ശരിയെങ്കിൽ തീർച്ചയായും മധുരമാകും എന്ന് പറഞ്ഞിട്ടുള്ളത് ലേഖകാണ്. പിന്നെ നമുക്ക് താഴെയുള്ളത് വായിച്ചു നോക്കാം. ദോ പവ്വ. ദോ എന്ന് പറഞ്ഞാല് രണ്ടാണ്, പവ്വ എന്ന് പറഞ്ഞാല് കാൽ ഭാഗം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ഹാഫ് പോർഷൻ, ഒരു പകുതി ഭാഗം പഞ്ചസാര ഇട്ടു എന്ന് പറഞ്ഞിട്ടുള്ളത് യുവതിയാണ്. അപ്പൊ നമ്മുടെ ലേഖകന് ഇങ്ങനെ യുവതിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര പഞ്ചസാര ചേർത്തു. അതിനുള്ള മറുപടിയാണ് എന്ത് ആദ്യം പറഞ്ഞത്, ഏക് പവ്വ. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ദോ പവ്വ എന്നുള്ളത്. പിന്നെ നമുക്ക് താഴത്തെ വായിച്ചു നോക്കാം. ഹാ ബഹുത് മീഠ. അതെ, വളരെ മധുരമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് യുവതിയാണ്. അപ്പൊ ഞാനിവിടെ തന്നിട്ടുള്ളതില് യുവതിയും ലേഖക്കും പറയുന്നത് സെപ്പറേറ്റ് കളറുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഞാൻ ഓരോന്നിന്റെ അർത്ഥം വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ആ കാര്യം നിങ്ങൾ നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിച്ച് അതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. കഹാനി സി ഗുസ്രി പ്രസ്താവ് പർ ഗലത് യാ സഹി ലഗായേ. അതായത് കഥയിലൂടെ കടന്നുപോയിട്ട് പ്രസ്താവനയിൽ തെറ്റായിട്ടും ശരിയായിട്ടും കൊടുത്തിട്ടുള്ളത് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 20 സാൽ ബാദ് എന്ന് എഴുതിയത് നിങ്ങൾ കണ്ടോ. 20 എന്ന് പറഞ്ഞാൽ 20ആണ്, സാൽ എന്ന് പറഞ്ഞാൽ വർഷമാണ്, ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം. അതായത് 20 വർഷത്തിന് ശേഷം സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണ് ഇവിടെ തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കഥ വായിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ ആ കഥയില് നമുക്ക് എന്താണ് കഥ എന്ന് കറക്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ച് തെറ്റായിട്ടുള്ളതും ശരിയായിട്ടുള്ളതും തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നുള്ളത്. അപ്പൊ അത് കണ്ടെത്താനുള്ള ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കത് ഓരോന്നും വായിച്ചു നോക്കിയിട്ട് നമ്മുടെ കഥയിൽ നടന്ന ശരിയായിട്ടുള്ളതും തെറ്റായിട്ടുള്ളതും മാർക്ക് ചെയ്ത് നോക്കാം. ലേഖക് ഷില്ലോങ് ഗയ. എഴുത്തുകാരൻ ഷില്ലോങ്ങിലേക്ക് പോയി. അതായത് നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേഖകൻ 20 വർഷത്തിന് ശേഷമാണ് ഷില്ലോങ്ങിലേക്ക് പോയതെന്ന്. അപ്പൊ ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ, നമ്മുടെ കഥയിൽ നടന്നിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ശരിയായിട്ടുള്ളത് അവിടെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണ്, ലേഖക് ഷില്ലോങ് ഗയ, ലേഖകൻ ഷില്ലോങ്ങിലേക്ക് പോയി എന്നുള്ളത് ശരിയായിട്ടുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഇനി താഴെയുള്ളത് വായിച്ചു നോക്കാം. ഗുംട്ടി സൂപ്പർ മാർക്കറ്റ് ബൻ ഗയ. ഗുംട്ടി എന്ന് പറഞ്ഞാല് പെട്ടിക്കട, സൂപ്പർ മാർക്കറ്റ് ബൻ ഗയ. ഗുംട്ടി അതായത് നമ്മുടെ പെട്ടിക്കട സൂപ്പർ മാർക്കറ്റായി മാറി എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ അത് തെറ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, നമ്മുടെ ലേഖകൻ 20 വർഷങ്ങൾക്ക് ശേഷം ഷില്ലോങ്ങിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ പെട്ടിക്കട 20 വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതായത് പണ്ടും പെട്ടിക്കടയായിരുന്നു, ഇപ്പോഴും എന്താണ് പെട്ടിക്കടയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്.
അപ്പൊ ഇതെന്താണ്? തെറ്റായിട്ടുള്ളതാണ്. കാരണം സൂപ്പർ മാർക്കറ്റായി മാറിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങളെ എക്സാമിന് അത് ഒരു പക്ഷേ ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഗുംട്ടി സൂപ്പർ മാർക്കറ്റ് ബൻ ഗയ എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അപ്പൊ തന്നെ തെറ്റായിട്ട് മാർക്ക് ചെയ്യുക. കാരണം എന്താ? അന്നും പെട്ടിക്കടയാണ്, ഇന്നും പെട്ടിക്കടയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതെന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് താഴെയുള്ളത് വായിച്ചോ. യുവതി കെ പാസ് ഉസ്കി ചോട്ടി സി ലടുക്കി ബി ബാറ്റി ഥി. പാസ് എന്ന് പറഞ്ഞാല് അടുത്ത്, അതായത് യുവതിയുടെ അടുത്ത് അവളുടെ ചെറിയ കുട്ടിയും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ശരിയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ? നമ്മുടെ ലേഖകൻ 20 വർഷത്തിന് ശേഷം തിരിച്ചു വന്നപ്പോ അവിടെ ബൂഡികാങ് എന്ന് പറഞ്ഞാൽ എന്താ? വൃദ്ധയായ കച്ചവടക്കാരി ഉണ്ടായിരുന്നില്ല. പകരം ആരാ ഉണ്ടായിരുന്നത്? ആ യുവതിയും ആ യുവതിയുടെ അടുത്ത് ഒരു ചെറിയ കുട്ടിയും ആയിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ശരിയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ കഥയിലുള്ള ഒരു ശരിയായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പിന്നെ താഴെയുള്ളത് വായിച്ചു നോക്കാം. ലേഖകോ ബൂഡികാങ് കി യാദായി. ബൂഡികാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൃദ്ധയായ കച്ചവടക്കാരി. യാദ് എന്ന് പറഞ്ഞാൽ ഓർമ്മ. നമ്മുടെ ലേഖകന്, അതായത് നമ്മുടെ എഴുത്തുകാരന്, അദ്ദേഹത്തിന്റെ പേരെന്താണ്? യായാവർ എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് ആരെ ഓർമ്മ വന്നത്? ആ വൃദ്ധയായ ഓറഞ്ചൊക്കെ വിൽക്കുന്ന കച്ചവടക്കാരിയെ ഓർമ്മ വന്നു. അപ്പൊ അത് ശരിയായിട്ടുള്ളതാണ്. അപ്പൊ അത് ശരിയെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെയുള്ളത് വായിച്ചു നോക്കാം. ഗുംട്ടി മേ വൃദ്ധ നസറായി. ഗുംട്ടി എന്ന് പറഞ്ഞാല് പെട്ടിക്കടയാണ്. ഗുംട്ടി മേ എന്ന് പറഞ്ഞാല് പെട്ടിക്കടയിൽ, അതായത് പെട്ടിക്കടയിൽ ഒരു വൃദ്ധയെ കണ്ടു. അപ്പൊ നിങ്ങൾ തന്നെ ഓർത്ത് നോക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? 20 വർഷത്തിന് ശേഷമാണ്. അപ്പൊ നമ്മുടെ ലേഖകൻ 20 വർഷത്തിന് ശേഷം വന്നപ്പോ അവിടെ ആരെ കണ്ടിട്ടുണ്ടായിരുന്നു? യുവതിയെയും അതേപോലെ അവളുടെ ചെറിയ കുട്ടിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ ലേഖകൻ 20 വർഷത്തിന് മുന്നേ ആരെ കണ്ടിട്ടുണ്ടായിരുന്നു? നമ്മുടെ ബൂഡികാങ്ങിനെ, അതായത് വൃദ്ധയായ കച്ചവടക്കാരിയെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ 20 വർഷത്തിന് ശേഷം വന്നപ്പോ ഈ വൃദ്ധയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് തെറ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെയുള്ള അവസാനത്തെ വായിച്ചു. ഗുംട്ടി മേ യുവതി അക്കേലി ബേട്ടി ഥി. ഗുംട്ടി എന്ന് പറഞ്ഞാല് പെട്ടിക്കടയാണ്. ഗുംട്ടി മേ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഗ്രാമർ മറക്കരുത്, പെട്ടിക്കടയിൽ എന്നാണ്. അക്കേലി എന്ന് പറഞ്ഞാല് ഒറ്റയ്ക്ക്. ബേട്ടി ഥി, അതായത് പെട്ടിക്കടയിൽ യുവതി ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക, അത് ശരിയാണോ തെറ്റാണോ എന്ന്. കാരണം എന്താ? നമ്മുടെ ഇവിടെ 3ാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുവതി കെ പാസ് ഉസ്കി ചോട്ടി സി ലടുക്കി ബി ബാറ്റി ഥി. യുവതിയുടെ അടുത്ത് ആര് ഇരിക്കുന്നുണ്ടായിരുന്നു? അവളുടെ ചെറിയ കുട്ടിയും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ശരിയായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തെറ്റല്ലേ? കാരണം യുവതി ഒറ്റയ്ക്ക് ഇരിക്കുകയാണോ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്? അല്ല. അപ്പൊ അത് തെറ്റായിട്ടും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മീട്ട ചന്ദ്ര എന്നുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എല്ലാവരും എക്സാം ആണ്, നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. പിന്നെ നമ്മുടെ ചാനലിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും അതേപോലെ ഓരോ ചാപ്റ്ററിന്റെയും മലയാളം എക്സ്പ്ലനേഷൻസ്, പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. ക്ലാസ്സുകളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.